ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മെഗാ ക്യാൻസർ ഫിൽറ്ററിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അക്വയിൽ എന്ന ബ്രാൻഡിൻ്റെ അൾട്രാ 1400 എന്ന ക്യാൻസർ ഫിൽറ്ററാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് പ്ലാന്റർ ഗീക്ക്. അക്വയിലിനെ കുറിച്ച് പറയുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് അക്വേറിയം മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് അക്വയിൽ. അക്വയിൽ ഒരു പോളൻ ബേസ്ഡ് കമ്പനിയാണ്. ഇന്ന് വേൾഡ് വൈഡായിട്ട് അക്വേറിയംസ്, അക്വേറിയം ക്യാബിനറ്റ്സ്, ക്യാനിസ്റ്റർ ഫിൽറ്റേഴ്സ്, ഹീറ്റേഴ്സ്, പിന്നെ ടൂൾസ്, അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് അക്വയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. അപ്പം അവർ അൾട്രാ ക്യാനിസ്റ്റർ ഫിൽറ്റർ സീരീസിലെ ഏറ്റവും വലിയ ഫിൽറ്ററായ 1400 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പേ 2 സീരീസും കൂടി ഉണ്ട്, അൾട്രാ 900, അൾട്രാ 1200. ഇതാണ് നമ്മൾ അക്വയിലിൻ്റെ അൾട്രാ 1400 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൽ 250 മുതൽ 500 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ വരെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ 1400, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1400 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത്രയും വലിയൊരു ഫിൽറ്ററായിട്ടും ഇതിനാകെ വരുന്ന പവർ കൺസപ്ഷൻ 14.8 വാട്ട്സ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ബോക്സിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചത്. അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നത് നമ്മളെ ബയോമീഡിയ ആണ്. പിന്നെ ഒരു 3 ലെയറായിട്ട് സ്പോഞ്ച് ഉണ്ട്. അതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേറെ മീഡിയാസ് ഇടാം. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നത് കുറച്ച് വലിയ പാർട്ടിക്കിളിനെ പിടിക്കാനുള്ള സ്പോഞ്ചസ് ആണ്. അങ്ങനെ ടോട്ടൽ 5 ചേമ്പേഴ്സാണിത്. അത് ഓരോന്നും ട്രേയിലാണ് നമ്മൾ ഈ ഫിൽറ്ററിൽ കൊടുത്തിരിക്കുന്നത്. എളുപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കൊടുത്തത്. യൂസർ മാനുവലാണ്. ഇതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ആണ്, പിന്നെ കണക്ഷൻ സോഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കണക്റ്റിംഗ് ഹൗസാണ്. ഇത് 1.5 മീറ്ററിലെ 2 ഹൗസാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മളെ ഫിൽറ്റർ. ഇതിൻ്റെ ബോഡിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്, പിന്നെ ഇവിടെ ഒരു വാൽവ് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അക്വേറിയത്തിലെ വെള്ളം പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കാൻ ഈ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ടിത് പുറത്തേക്ക് എടുത്തിട്ട് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് വെച്ചാൽ മതി. അതേപോലെ ഫിൽറ്ററിലുള്ള എയർ ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം. ഇത് ബാക്കോട്ടേക്ക് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എയർ ഒഴിവാക്കി കളയാം. ഇത് ആദ്യത്തെ ട്രേ ആണ്. ഇതിലാണ് ബയോറിൻസ് ഉള്ളത്, അതായത് ബയോമീഡിയ. ഇത് സ്പോഞ്ചസ് ആണ്. ലാസ്റ്റ് കുറച്ച് ഹെവി പാർട്ടിക്കിൾ പിടിക്കാനുള്ള സ്പോഞ്ചസ് ആണ്. അപ്പോൾ ടോട്ടൽ 5 ട്രേ ആണ് ഇതിന് ഫിൽട്രേഷനായിട്ട് വരുന്നത്. ഇത്രയുമാണ് നമ്മളെ 1400 എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ പാർട്സ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കീ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഇതിൻ്റെ ഇമ്പലറിന് സെറാമിക് ആക്സിൽസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സ് വളരെ കുറവാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് കപ്പാസിറ്റി നമ്മളെ മീഡിയാസ് ഉൾക്കൊള്ളും ഇതിൽ. അപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു 5 സ്റ്റേജായിട്ട് മീഡിയാസ് നമുക്കിടാൻ പറ്റും. അപ്പം വലിയ ടാങ്കിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഫിൽറ്ററായിട്ടും ആകെ വളരെ കുറഞ്ഞ പവർ കൺസപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ.
ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് അക്വയലിൻ്റെ ഈ ഒരു മോഡൽ ഒരു മികച്ചൊരു ക്യാൻസൽ ഫിൽറ്റർ തന്നെയാണ്. ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.